പാകിസ്ഥാൻ സൈനിക തലവൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിനും ഷെഹബാസ് ഷെരീഫ് സർക്കാരിനും കടുത്ത ആശങ്കയും ഭയവും സൃഷ്ടിച്ചാണ് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും വിഘടനവാദ മുന്നേറ്റങ്ങളും അതിശക്തമാകുന്നത്. പാക് അധിനിവേശ കശ്മീരിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കുമ്പോൾ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നത് ഇസ്ലാമാബാദിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 11 റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുമെന്ന് ബലൂച്ച് നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചതോടെ വൻ ഭൗമരാഷ്ട്രീയ ചലനങ്ങളാണ് മേഖലയിൽ ഉണ്ടാകുന്നത്. പാകിസ്ഥാനിലെ പ്രധാനവും വലുതുമായ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ രാജ്യത്തെ വ്യവസായങ്ങൾക്കും മറ്റും ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ പ്രധാന സ്രോതസ് കൂടിയാണ്. ഈ പ്രവിശ്യ വിട്ടുപോയാൽ പാകിസ്ഥാന്റെ നട്ടെല്ലു തന്നെ തകരും. എന്നാൽ പാക് രാജ്യം പിറവിയെടുത്ത കാലം മുതൽ സ്വതന്ത്ര രാഷ്ട്രത്തിനായുള്ള പോരാട്ടം ശക്തമാണ്. പാകിസ്ഥാനിൽ നിന്നും വേർപെട്ട് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ വിമോചന നേതാക്കൾ പ്രഖ്യാപിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞതേയുള്ളൂ. ഇതിനു പിന്നാലെ ഓഗസ്റ്റ് 11 ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനമായി വിമത നേതാക്കൾ പ്രഖ്യാപിച്ചത് പാക് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ലോകമെമ്പാടും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടത്താനും പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെന്നും പ്രവിശ്യയുടെ 85% നിയന്ത്രണം തങ്ങൾക്കാണെന്നുമാണ് വിമതരുടെ പ്രചാരണം. സ്വതന്ത്രവും പരമാധികാരവുമുള്ള ബലൂചിസ്ഥാനെ അംഗീകരിക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് എക്സിലൂടെ പങ്കുവച്ച പ്രസ്താവനയിൽ ബലൂച്ച് നേതാക്കൾ അഭ്യർത്ഥിച്ചു. 1947 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചനം നേടിയ ചരിത്രപരമായ ദിനത്തിന്റെ ഓർമ്മ പുതുക്കാനാണ് ഈ തീയതി തിരഞ്ഞെടുത്തതെന്നും ബലൂച്ച് നേതാക്കൾ വ്യക്തമാക്കി. ബലൂച്ച് ജനതയോട് ദേശീയ ഐക്യത്തോടെ ഈ ദിനം ആചരിക്കാൻ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ ആവശ്യപ്പെട്ടു. നേതാക്കളുടെ ആഹ്വാനം സ്വീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബലൂച്ച് വംശജർ അവകാശങ്ങൾക്കായി രംഗത്തെത്തിയതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബലൂച്ച് ജനത സ്വതന്ത്ര ബലൂചിസ്ഥാന്റെ ദേശീയ പതാക തങ്ങളുടെ വീടുകൾ, അയൽപ്പക്കങ്ങൾ, കമ്പോളങ്ങൾ, കടകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഉയർത്തണമെന്ന് ലോകമെമ്പാടുമുള്ള ആഘോഷങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ബലൂച്ച് വിമോചന നേതാവ് മിർ യാർ ബലൂച്ച് എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈ ചരിത്രദിനത്തിന്റെ പ്രാധാന്യം വരും തലമുറകൾക്ക് കൈമാറാനാണ് ഈ ആചരണം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ വർഷവും ഓഗസ്റ്റ് 11 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് തുടരുമെന്നും ബലൂച്ച് നേതാക്കൾ അറിയിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിഭജനം, ഈ മേഖലയിലുടനീളം നീണ്ടുനിന്ന സംഘർഷം, അശാന്തി, ഭീകരവാദം, സാമ്പത്തിക അസ്ഥിരത, രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്നിവയ്ക്ക് കാരണമായെന്ന് പ്രസ്താവനയിൽ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന്റെ നേതാക്കൾ അവകാശപ്പെടുന്നു. പാകിസ്ഥാന്റെ നയങ്ങൾ ബലൂച്ച് മേഖലയെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെയും ബാധിച്ചിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു. പാകിസ്ഥാൻ നിലവിലെ രൂപത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ശാശ്വത സമാധാനവും വികസനവും സമൃദ്ധിയും കൈവരിക്കാനാവില്ലെന്ന് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ വിശ്വസിക്കുന്നതായും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനും അതിലെ 6 കോടിയോളം വരുന്ന ബലൂച്ച് ജനതയും തങ്ങളെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി കണക്കാക്കുന്നുവെന്നും അവർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം സ്വതന്ത്ര ബലൂചിസ്ഥാൻ വാദങ്ങളോട് പാക് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രഖ്യാപനത്തിന് കൂടുതൽ പ്രചാരണം നൽകുന്നത് ഒഴിവാക്കാനാണ് ഇസ്ലാമാബാദിന്റെ നിലപാട്. ശക്തമായ പ്രതികരണം ബലൂച്ച് സ്വാതന്ത്ര്യ പ്രചാരണം വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുമെന്നും പാക് ഭരണകൂടം ഭയപ്പെടുന്നു. ബലൂചിസ്ഥാൻ പ്രവിശ്യ ഇപ്പോഴും പാകിസ്ഥാന്റെ ഭരണ സൈനിക നിയന്ത്രണത്തിലാണ്. പാക് സൈന്യവും വിമതസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇവിടെ ശക്തമായി തുടരുന്നു. UN അടക്കമുള്ള സംഘടനകളോ രാജ്യങ്ങളോ ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടില്ല. അന്താരാഷ്ട്ര നിയമപ്രകാരം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം ഒരു പുതിയ രാജ്യം സൃഷ്ടിക്കപ്പെടുകയുമില്ല. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടക്കമുള്ള വിമത ഗ്രൂപ്പുകൾ നടത്തുന്ന ആസൂത്രിത ആക്രമണങ്ങളിൽ പാക് സൈന്യത്തിന് വൻ ജീവഹാനിയാണ് സംഭവിക്കുന്നത്. 60-ലധികം സൈനികരാണ് അടുത്തിടെ മാത്രം കൊല്ലപ്പെട്ടത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ പാക് സൈന്യം ഓപ്പറേഷൻ ഷബാൻ പോലുള്ള കടുത്ത സൈനിക നടപടികൾ ആരംഭിച്ചെങ്കിലും പ്രക്ഷോഭകരുടെ വീര്യം കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ വിദ്യാർത്ഥികളും യുവാക്കളും ഡിജിറ്റൽ ക്യാമ്പയിനുകളിലൂടെയും തെരുവ് പ്രക്ഷോഭങ്ങളിലൂടെയും പാക് സർക്കാരിന്റെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ രംഗത്തു വന്നത് പാക് സൈനിക പരമോന്നത ജനറൽ അസീം മുനീറിന്റെ സൈനിക ജനറൽമാർക്ക് വലിയ തിരിച്ചടിയായി. അതിനിടെ പാകിസ്ഥാന്റെ മറ്റൊരു പ്രവിശ്യയായ ഖൈബർ പഖ്തൂൺഖ്വയും സംഘർഷഭരിതമാണ്.
പ്രവിശ്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഇവിടെയും മുന്നേറ്റം ശക്തമാണ്. പാക് സേനയും വിമതരും തമ്മിലുള്ള ആക്രമണ പരമ്പരയിൽ മേഖല അസ്വസ്ഥമായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പ്രവിശ്യയിലെ സ്വാത് ജില്ലയിൽ സംഘടിപ്പിക്കപ്പെട്ട സമാധാന റാലിക്കിടെയുണ്ടായ സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. 18 പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. പോലീസുകാരെ ലക്ഷ്യമിട്ടാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പ്രാദേശിക ഗോത്ര കൗൺസിലായ സ്വാത് അമൻ ജിർഗയാണ് റാലി സംഘടിപ്പിച്ചത്. പ്രദേശത്ത് ക്രമസമാധാന നില വഷളായ സാഹചര്യത്തിലാണ് ജനങ്ങൾ മേഖലയിൽ സമാധാനം ആവശ്യപ്പെട്ട് റാലി നടത്തിയത്. ബലൂചിസ്ഥാനിലെ സായുധ പോരാട്ടവും പാക് അധീന കാശ്മീരിലെ ജനകീയ കലാപവും ഒരുപോലെ പുകയുമ്പോൾ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ കടുത്ത ഭീഷണിയിലായിരിക്കുകയാണ്.